പറയാനുള്ള എനിക്ക് കുത്തിയിട്ടുണ്ട്. എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയാനുള്ള കാര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. മലയാളത്തിൽ മിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ ഒരു മടിയാണ്, പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും സിനിമകൾ ഇപ്പൊ ഒരു മുന്നോട്ട് വെക്കാനായിട്ട് ഒരു മടിയാണ്. അതോ നമ്മുടെ നിയമം സംരക്ഷിക്കുന്നവരെ ശിക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ആസ് എ ആർട്ടിസ്റ്റ് അത് തോന്നുന്നു. അല്ല, എന്തോ അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? പിന്നെ നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരുമാനങ്ങളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച, ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആയിപ്പോ. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർതിങ്ക് ചെയ്യാറില്ല. സിനിമയിൽ വരുമ്പോ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ സിനിമ, എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ അതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള, ന്യായമായിട്ടുള്ള മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ പക്ഷെ നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ സാരോപദേശം അങ്ങനത്തെ സിനിമയും അല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങളെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത്, ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ ഈ സിനിമയെ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും. അപ്പോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ ഏതെങ്കിലും വിരലിൽ ചൂണ്ടുകയാണെങ്കിൽ ആ വിരലിൽ എന്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രം നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ ഒരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കണ്ടുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമില്ല. അതിന് വിമർശിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടുകയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യമാണെന്നാണോ, ജനങ്ങളുടെ മേലുള്ള ആധിപത്യമാണെന്നാണോ? എന്നൊരു കാര്യം ജന്മോട്ട് വന്നിട്ട് മോനെ പറയാനുള്ള എനിക്ക് കുത്തിയിട്ടുണ്ട്. എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയാനുള്ള കാര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കണമെന്ന് നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളിയിൽ വരുമെങ്കിലും പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ചെയ്യുന്നതെന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പൊ ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷെ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണ്ട പലപ്പോഴും തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇതല്ലേ ടോവിനോയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോവിനേക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കണത് ഭയങ്കര മോശമാണ്.